TGS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഞാൻ സുനിൽ തരകൻ. അമേരിക്കയിലും കാനഡയിലുമായി പന്തുരുണ്ട് തുടങ്ങി. കട്ടപ്പനയിലും കാസർകോട്ടെയും ചായക്കടകളിൽ ഫുട്ബോൾ ചർച്ചകൾ ചൂടുപിടിക്കുന്ന ആഗോള മാമാങ്കത്തിന്റെ വിശേഷങ്ങൾ. കൂടെ ഇന്ന് സ്വർണം വാങ്ങാൻ പ്ലാനിട്ടവരെ ഞെട്ടിച്ചുകൊണ്ട് വിപണിയിൽ സംഭവിച്ച മാറ്റങ്ങൾ, ഒടുവിൽ ചിന്തിപ്പിക്കുകയും ഒപ്പം അല്പം ചിരിപ്പിക്കുകയും ചെയ്യുന്ന ലോകവാർത്തകളും വിശദമായ വാർത്തകളിലേക്ക്. 42 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം ഷൈൻ ജ്വല്ലറി, കുർക്കഞ്ചേരി അമ്പലത്തിന് എതിർവശം. കാൽപന്തിന്റെ പൂരം തുടങ്ങി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇനി അടുത്ത ഒരു മാസത്തേക്ക് കാൽപന്തിലാളും. അതെ, ലോകം കാത്തിരുന്ന ഫിഫ ലോകകപ്പ് 2026 മെക്സിക്കോ സിറ്റിയിലെ മനോഹരമായ സ്റ്റേഡിയത്തിൽ ആവേശകരമായ തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ സഹാതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിട്ടതോടെയാണ് ഭൂമിയിൽ ഏറ്റവും വലിയ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞത്. ഇത്തവണത്തെ ലോകകപ്പിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ചരിത്രത്തിലാദ്യമായി 32 ടീമുകൾക്ക് പകരം 48 രാജ്യങ്ങളാണ് കിരീടത്തിനായി പോരാടുന്നത്. ആകെ 104 മത്സരങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ഈ മാമാങ്കത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും. 41 വയസ്സിലും പോർച്ചുഗലിനായി ബൂട്ട് കെട്ടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീനയുടെ മെസ്സിയും ഒപ്പം സ്പെയിനിന്റെ കൗമാരവിസ്മയം ലെമിൻ യമാലുമെല്ലാം ഇത്തവണ ചരിത്രം കുറിക്കാൻ ഇറങ്ങുകയാണ്. മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് പുലർച്ചെ 12:30-നും 3:30 സമയങ്ങളിലാണ് ഭൂരിഭാഗ മത്സരങ്ങളും തത്സമയം കാണാൻ സാധിക്കുക. സംസ്ഥാനത്ത് നിന്ന് 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 270 രൂപ വർദ്ധിച്ച് 13,620 രൂപയായി. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ ഇന്ന് വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 14,858 രൂപയാണ് ഇന്നത്തെ നിരക്ക്. കഴിഞ്ഞ ദിവസം ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നുവെങ്കിലും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനവുമാണ് ഇന്ന് വില വീണ്ടും ഉയരാൻ കാരണമായത്. കല്യാണ ആവശ്യങ്ങൾക്കായി സ്വർണം എടുക്കുവാൻ കാത്തിരിക്കുന്നവർ വിപണിയിലെ ഈ മാറ്റങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഞെട്ടിച്ചുകൊണ്ട് പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച പണം റെക്കോർഡ് കണക്കുകൾ പുറത്ത്. ഒപ്പം വരും ദിവസങ്ങളിൽ സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് തകർക്കാൻ പോകുന്ന പുതിയ പാചകവാതക വില വർധനവ്. രാജ്യത്തിന് അഭിമാനമായി പ്രവാസികൾ ഇന്ത്യയിലേക്ക് ഒഴുകിയത് റെക്കോർഡ് പണം. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വാർത്തകൾ വരുമ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുവാൻ തങ്ങൾ മുന്നിലുണ്ടെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിദേശത്തുള്ള ഇന്ത്യൻ തൊഴിലാളികൾ രാജ്യത്തേക്ക് അയച്ചത് റെക്കോർഡ് തുകയെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കായ $110 ബില്യൺ ഇത്തവണ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൻ വർധനവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. വിദേശ നിക്ഷേപങ്ങളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയപ്പോഴും പ്രവാസികളുടെ ഈ പണമൊഴുക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെയും രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തെയും ശക്തമായി നിലനിർത്തുവാൻ സഹായിച്ചതായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം കൈപ്പറ്റുന്ന രാജ്യമെന്ന പദവി ഇതോടെ ഇന്ത്യ വീണ്ടും നിലനിർത്തി. സാധാരണക്കാരുടെ അടുക്കള ബഡ്ജറ്റ് വീണ്ടും താളം തെറ്റിച്ചുകൊണ്ട് രാജ്യത്തെ പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില 29 രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ LPG വിലയുണ്ടായ 46% വരുന്ന വൻ വർധനമാണ് ആഭ്യന്തര വിപണിയിലും വില കൂട്ടുവാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലുണ്ടായ അസ്വസ്ഥതകളും യുദ്ധസമാനമായ സാഹചര്യങ്ങളുമാണ് ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുവാൻ കാരണം. എന്നാൽ രാജ്യാന്തര തലത്തിൽ ഇത്രയും വലിയ വിലകയറ്റമുണ്ടായിട്ടും മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ സിലിണ്ടർ നിരക്കുകൾ ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ നിരക്കിലാണെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. എങ്കിലും പെട്ടെന്നുണ്ടായ ഈ വില വർധനവ് സാധാരണ കുടുംബങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ലോകത്തെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വൻ സൈനിക നീക്കങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കയും ഇറാനും തമ്മിൽ അതിർത്തികളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കൈമാറിയതിന് പിന്നാലെ ഇറാനെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ താൽക്കാലികമായി പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. ഇറാന്റെ പ്രധാന ഊർജ്ജ കേന്ദ്രമായ ബാർക്ക് ദ്വീപ് ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ടെഹ്റാൻ അറിയിച്ചതിനെ തുടർന്ന് നിലവിൽ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞത്. യൂറോപ്പിലും പശ്ചിമേഷ്യയിലെ വലിയൊരു സമാധാന കരാർ ഉടൻ സാധ്യമാക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. എന്നാൽ ഈ സംഘർഷത്തിനിടയിൽ ഒമാൻ തീരത്ത് പലാവ് പതാകയേന്തിയ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത് ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയിൽ നിന്നൊരു നിർണായക കോടതി വിധി. മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിനെ കോടതി 30 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചു. തന്റെ അധികാരം നിലനിർത്തുവാൻ രാജ്യത്ത് മാർഷൽ ലോ പ്രഖ്യാപിക്കുന്നതിനായി 2024 ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലേക്ക് ഇദ്ദേഹം രഹസ്യമായ ഡ്രോൺ വിമാനങ്ങൾ അയച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലിനെ തുടർന്നാണ് ഈ വിധി. അയൽരാജ്യവുമായി മനഃപൂർവ്വ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ച് രാജ്യത്തെ ജനങ്ങളെ
ഭീതിയിലാഴ്ത്തുവാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിന് ഒരു മുൻ ഭരണാധികാരിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിക്ഷകളിലൊന്ന് ദക്ഷിണ കൊറിയൻ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. തായ്ലാന്റ് രാജകുടുംബത്തിൽ നിന്നും ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. തായ്ലാന്റിലെ പ്രശസ്തമായ ബജ്രകീതിയാബ രാജകുമാരി അന്തരിച്ചു. 47 വയസ്സായിരുന്നു. 2022 ഡിസംബർ ഒരു ആർമി എക്സിബിഷനുമായി നായ്ക്കളെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബോധരഹിതയായി വീണ രാജകുമാരി കഴിഞ്ഞ 3 വർഷത്തിലധികമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കോമ അവസ്ഥയിലായിരുന്നു. മികച്ചൊരു നിയമവിദഗ്ധയും ജനപ്രിയയുമായിരുന്നു. രാജകുമാരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ തായ്ലാന്റിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ തായ്ലാന്റിലെ അടുത്ത രാജകീയ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട്. ഇനി ചരിത്രപ്രേമികളെയും ശാസ്ത്രലോകത്തെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന മനോഹരമായൊരു വാർത്ത. നമ്മളൊക്കെ ഇന്ന് കാണുന്ന എഴുത്തുവിദ്യ അല്ലെങ്കിൽ ലിപികൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാർക്ക് കൃത്യമായ ചില ഉത്തരങ്ങളുണ്ട്. എന്നാൽ ആ ഉത്തരങ്ങളെല്ലാം തിരുത്തി എഴുതേണ്ടി വരും എന്നാണ് ഗോട്ടിമാലയിൽ നിന്നുള്ള പുതിയ പുരാവസ്തു ഗവേഷകർ സൂചിപ്പിക്കുന്നത്. ഗോട്ടിമാലയിൽ നിന്ന് കണ്ടെടുത്ത ഏകദേശം 2700 വർഷം പഴക്കമുള്ള ഒരു കളിമൺ രൂപത്തിന്റെ തലയിൽ വിചിത്രമായ 11 കുത്തുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ശാസ്ത്രജ്ഞർ ഇത് വെറുമൊരു അലങ്കാരമല്ലെന്നും മനുഷ്യൻ ആദ്യകാലങ്ങളിൽ വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യമായ ഒരു എഴുത്ത് രീതിയുടെയോ കലണ്ടറിന്റെയോ ഭാഗമാണെന്നാണ് പുതിയ നിഗമനം. നമ്മൾ ഇതുവരെ കരുതിയതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ വിനിമയത്തിനായി കൃത്യമായ ലിപികൾ ഉപയോഗിച്ചിരുന്നു എന്ന ചിന്തയാണ് ഈ കുഞ്ഞൻ രൂപം ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. നമ്മുടെ പൂർവികരുടെ അറിവുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ അത്ഭുത വാർത്തയോടെ ഇന്നത്തെ TGS മീഡിയ അന്തർദേശീയ ദേശീയ വാർത്തകളുടെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ലോകത്തെ ചലനങ്ങളും വിദേശ വിശേഷങ്ങളും വിരൽ തുമ്പിൽ കൃത്യമായി അറിയുവാൻ ഞങ്ങളുടെ YouTube ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.